സർ, ഇന്ത്യയിൽ നികുതി വിപ്ലവത്തിന് തുടക്കം കുറിച്ചിട്ട് കുറച്ച് നാളുകളായി, ഏതാനും വർഷങ്ങളായി എന്ന് തന്നെ പറയാം. GST ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോഴിതാ GST-2 അതിൽ തന്നെ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ GST-2 എങ്ങനെ നമ്മുടെ സാമ്പത്തിക പുരോഗതിയെ എങ്ങനെ സ്വാധീനിക്കും? നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത് എത്രമാത്രം പ്രോത്സാഹനം നൽകും? എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സാണ് ഇപ്പോൾ GST-2 കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെയും പ്രധാനമന്ത്രിയുടെയും ഒരു മോഡേൺ വിഷൻ, ഇന്ത്യയെ എങ്ങനെ രക്ഷിക്കാമെന്നുള്ളതിൻ്റെ ഒരു മോഡേൺ വിഷനാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അത്തരത്തിലാണ് എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നരേന്ദ്രമോദിയുടെ ഒരു 50 വർഷത്തേക്കെങ്കിലും ഉള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് അദ്ദേഹം ഇന്ത്യയെ ലോക ഭൂപടത്തിൽ ഒരു വലിയ സ്ഥാനത്തിൽ, അനിഷേധ്യമായ സ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് വരെ 79 വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ 78 വർഷത്തിനിടയ്ക്ക് കഴിയാത്ത ഒരു അത്ഭുതത്തിൽ അദ്ദേഹം കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഇന്ത്യക്ക് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സായുധപരമായിട്ടൊരു മുന്നേറ്റം നടത്തേണ്ട ഒരു സാഹചര്യമായിരുന്നു നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വന്നത്. അത് നമ്മൾ ഭംഗിയായി വിജയിച്ചു. 4-5 ദിവസം കൊണ്ട് പാകിസ്ഥാൻ പോലുള്ള രാജ്യത്തിൻ്റെ കഥ കഴിച്ചു. 72 മണിക്കൂർ, കറക്റ്റ് പറഞ്ഞാൽ 72 മണിക്കൂർ കൊണ്ട് നമ്മൾ അതിൻ്റെ കഥ കഴിച്ചതോടുകൂടി ലോകം അതിശയത്തോടു കൂടി നോക്കി. കാരണം ഇത് ഇസ്രായേൽ വാറ് പോലെ, അല്ലെങ്കിൽ ഇസ്രായേൽ ഗാസ വാറ് പോലെ നീണ്ടു നിൽക്കുന്ന ഒരു വാറായിരിക്കും, അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ വാറ് പോലെ നീണ്ടു നിൽക്കുന്ന ഒരു വാറായിരിക്കും തുടങ്ങിക്കഴിഞ്ഞാൽ എന്നുള്ളതാണ് ലോകം മുഴുവൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അത് സ്വിച്ചിട്ട പോലെ തുടങ്ങാനും സ്വിച്ചിട്ട പോലെ നിർത്താനും നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ ഭാരതത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സായുധ സേനയെ അങ്ങനെ സജ്ജമാക്കി നിർത്താനും മോഡേണൈസ് ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ലോകം ഞെട്ടി. യോമാർ ഭയങ്കരന്മാരാണല്ലോ. ഈ രാജ്യത്ത് മൂന്നാംകിടയായിട്ട് കിടന്നാൽ 2014 10ാം സ്ഥാനത്ത് ലോകശക്തിയായിട്ട് ധനശക്തിയായി നിന്നിരുന്ന ഈ രാഷ്ട്രം 3ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവനെ ഇങ്ങനെ വിടാൻ പാടില്ലോ എന്ന് പറഞ്ഞൊരു വലിയ ചുറ്റികയുമായിട്ട് ട്രംപ് തന്നെ വന്നു. അതാണ് നമ്മുടെ ടാരിഫ് ഇഷ്യൂ. അപ്പം നമ്മൾ സായുധ ചുങ്കം, പിഴച്ചുങ്കം എന്നൊക്കെ നമുക്ക് അവസാനം നമ്മളെ ഞെരുക്കുന്ന ചുങ്കം വരെയായി. ഞെരുക്കു ചുങ്കം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതെ, നമ്മളെ വരിഞ്ഞ് നമ്മളെ കഴുത്തിന് കൊങ്ങയ്ക്ക് തന്നെ പിടിക്കുന്ന, അതായത് വേറെ ഒരു സർക്കാരോ വേറൊരു പ്രധാനമന്ത്രിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും കുഴഞ്ഞു വീണേനെ. കാരണം അത്രയ്ക്ക് വലിയ ഒരു അടിയാണ് ട്രംപ് തന്നത്. 100% തീരുവ വരെ മോദി അതിനെ അതിജീവിച്ചു. മോദി അതിന് പറഞ്ഞത്, പേഴ്സണലായിട്ട് എനിക്ക് ചില ലോസ് വന്നേക്കാം, പക്ഷേ ഇത് ഞാൻ എങ്ങനെയെങ്കിലും വൈതരണിയിൽ നിന്നും രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നു. നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് വന്നു. അതാണ് റഷ്യ, ഇന്ത്യ, ചൈന കൂട്ടുകെട്ടും അതോടൊപ്പം ലോകത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെല്ലാം ജിയോഗ്രാഫിക്കലായിട്ടും മറ്റും നമ്മളെ ഒരു ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗമാക്കി നമ്മുടെ കൂടെ കൊണ്ടുവന്നു. പക്ഷെ അതുകൊണ്ടൊന്നും പ്രശ്നം തീർന്നില്ല. കാരണം ഈ നമ്മുടെ കയറ്റുമതി പെട്ടെന്ന് നടന്നില്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഡയറി ഉൽപ്പന്നങ്ങൾ അതൊക്കെ പെരിഷബിൾ ആണല്ലോ. മത്സ്യോൽപ്പന്നങ്ങൾ, പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തുണി, തുകല്, ഇങ്ങനെയുള്ള സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും നമ്മുടെ കയറ്റുമതിയിൽ വലിയ ക്ഷീണം സംഭവിക്കുന്ന അവസ്ഥ വന്നു. അപ്പം അദ്ദേഹം ആലോചിച്ചത്, ഈ നമ്മൾ ചെറിയ ചെറിയ രാജ്യങ്ങളെ കൊണ്ട് ഒരുപാട് പാരലായിട്ട് ചില ട്രേഡുകൾ നടത്താൻ ശ്രമിച്ചു. പക്ഷെ അത് മാത്രം പോരാ, ഇത് അവിടെയും നാളെ ചിലപ്പോൾ ഒരു തടസ്സം വന്നാൽ എന്ത് ചെയ്യും? അപ്പം നമുക്ക് സുരക്ഷിതമായത് നമ്മുടെ രാഷ്ട്രത്തിനകത്തെ ഉപഭോഗം, നമ്മുടെ രാഷ്ട്രത്തിനകത്തെ ഉൽപ്പാദനവും ഉപഭോഗവും ഭംഗിയായി നടക്കണം. എക്കണോമിക്സിന്റെ ബേസിക് തിയറി അതാണല്ലോ. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക, ആനുപാതികമായിട്ട് ഉപഭോഗവും നടക്കണം. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അവിടെ ഉപഭോഗം ഉണ്ടാവണമല്ലോ. ഒന്നെങ്കിൽ കയറ്റുമതി അയച്ച്, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ ആവശ്യങ്ങൾക്ക് പോലും നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഇൻഡസ്ട്രി യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നത്. അപ്പം സ്വദേശി പണ്ട് ഗാന്ധിജിയും പറഞ്ഞിരുന്നതാണ്. വൽക്കരണം, സ്വദേശി ഉപയോഗിക്കൂ, നിങ്ങൾ ഖദറെ ഉപയോഗിക്കാവൂ എന്നൊക്കെ പറഞ്ഞ് ഗാന്ധിജി കൊണ്ടുവന്ന അതേ പോളിസി തന്നെയാണ്. ഇപ്പം ഗാന്ധിജി കൊണ്ടുവന്ന പോളിസിയിൽ നിന്നും നരേന്ദ്രമോദി കൊണ്ടുവന്ന പോളിസിയിലേക്ക് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഗാന്ധിജി കൊണ്ടുവന്ന പോളിസിയിൽ ആദർശം കൊണ്ടാണ് നിങ്ങളോട് നടപ്പിലാക്കാൻ പറഞ്ഞത്. നിങ്ങൾ നല്ല പോളിസ്റ്റർ ഷർട്ട് ഇട്ടിരിക്കുന്നതിനെ, അല്ലെങ്കിൽ കോട്ടും സൂട്ടും ഇട്ടിരിക്കുന്നതിനെ കത്തിച്ച് കളഞ്ഞിട്ട് ഒന്നാന്തരം ഈ ചാക്ക് പോലത്തെ
പിന്നെ ഖദർ പരുത്തി വസ്ത്രം ധരിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അത് ചെയ്യണമെങ്കിൽ ധാർമ്മികതയുടെ അങ്ങേയറ്റം വേണം. അതായത് സുഖലോലുപതയിൽ നിന്നും മാറി നിന്ന് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് അത് ചെയ്യാൻ സാധിക്കും. ത്യാഗസന്നദ്ധതർക്കേ കഴിയുള്ളൂ. പക്ഷേ നരേന്ദ്രമോദിക്ക് അറിയാം, ഇന്നത്തെ കാലത്ത് ഈ ത്യാഗസന്നദ്ധ എന്നും പറഞ്ഞാൽ ഒരു വലിയ ശതമാനം ആളുകൾ, 10-15 ചെറുപ്പക്കാര് നമ്മുടെ ഇന്നത്തെ ഉപഭോഗ ലോകത്ത്, സുഖഭോഗ ലോകത്ത് പിന്നെ രമിച്ച് ജീവിക്കുന്ന ജനതയ്ക്ക് അത് കഴിയില്ല. അപ്പം അതവിടെയാണ് അദ്ദേഹത്തിൻ്റെ വിഷൻ. അദ്ദേഹം അപ്പം ആലോചിച്ചതാണ്, എന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി സാമ്പത്തിക ലാഭം കൊടുക്കുകയും മേന്മയുള്ള സാധനങ്ങൾ തന്നെ ഇവർക്ക് കൊടുക്കുകയും. അപ്പം നിങ്ങൾ വിദേശി കാർ ഉപേക്ഷിക്കുമ്പം ഇവിടെ ഉണ്ടാക്കുന്ന കാറിന് ആ മേന്മ വേണം, അല്ലേ? അപ്പം മോഡേണൈസ് ചെയ്ത കാറുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ടാറ്റയുടെ ആയാലും മഹേന്ദ്രയുടെ ആയാലും എല്ലാം വാഹനങ്ങൾ ഇന്ത്യൻ കമ്പനികൾ നിർമ്മിച്ച സാധനങ്ങൾ തന്നെ മികച്ചതാണ്. തുണിത്തരങ്ങൾ അങ്ങനെ മികച്ചതാണ്. അപ്പം ജനങ്ങളോട് ഇത് ഉപയോഗിക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഇച്ചിരി സാമ്പത്തിക ലാഭം കൂടെ ആകർഷണം വരുത്താൻ ഇച്ചിരി സാമ്പത്തിക ഗുണവും കൂടെ ഇതിനകത്ത് തരാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ചാണ് അദ്ദേഹം GST2 കൊണ്ടുവന്നത്. അതായത് നമ്മൾ നികുതിയിൽ വലിയ ഒരു മാറ്റം വരുത്തുകയാണ്. 413 ഇനങ്ങളിൽ, അതായത് ഇന്ത്യയുടെ ഉപഭോഗത്തിൻ്റെ 90% വില കുറച്ചിരിക്കുകയാണ്. ഈ വില കുറച്ചതിൻ്റെ ഗുണം സാധാരണക്കാരനും താഴെത്തട്ടിലുള്ളവനും ഇടത്തരക്കാരനും വളരെയധികം കിട്ടുമെന്നുള്ളതാണ്. ഒരു സ്ലാബുണ്ട്, അത് നമ്മൾ മൈൻഡ് ചെയ്യാത്തൊരു സ്ലാബാണ് 40%. അത് ഈ പുകയില ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മദ്യം പോലെയുള്ള അല്ലെങ്കിൽ അതിലക്ഷറി ആയിട്ടുള്ള ചില സാധനങ്ങൾ, പിന്നെ ലോട്ടറി എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം ഗാംബ്ലിംഗ് ആണ്. പിന്നെ മഹാഭാരത യുദ്ധത്തിന്റെ കാരണം എന്താണ്? ഒന്നാന്തരം പകടകളിയാണ്. അത് ആ പകടകളി തന്നെയാണ് ഈ ലോട്ടറി. ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു ബിസിനസ്സാണ്. ഒരു പിന്നെ ക്ഷേമ രാഷ്ട്രവും ചെയ്യാൻ പാടില്ലാത്തൊരു ബിസിനസ്സാണ് ഈ ലോട്ടറി. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതലുള്ള വ്യവസായം ലോട്ടറിയാണ്. അത് കഴിഞ്ഞാൽ മദ്യം. ഇപ്പൊ പിന്നെ കഞ്ചാവും കൂടെ വന്നിട്ടുണ്ട്. അത് സർക്കാർ നടത്തുന്നില്ല, അത് അനൗദ്യോഗികമായിട്ട് ഇങ്ങനെ ഏറ്റവും ലാഭമായിട്ട് നടത്തുന്നത്. അതാണ് ഇത് കൂടുതൽ വരുന്നത്. ഒരു ചെറിയ പൊതി കൊടുത്ത് 500 രൂപ കിട്ടുമെന്നാണ് പറയുന്നത് ലാഭം. അപ്പൊ പിന്നെ പലരും ശ്രമിക്കും. ഇത് ഒരെണ്ണം എങ്ങനെയെങ്കിലും ആരെങ്കിലും അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അടിച്ചൊന്നും ഏൽപ്പിക്കേണ്ട, ചോദിച്ചുകൊണ്ട് നടക്കായിരിക്കും പലരും. അപ്പൊ അവന്റെ യഥാർത്ഥ കസ്റ്റമറുടെ കയ്യിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവൻ 500 രൂപ കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു നേട്ടമായിട്ട് പലരും ഇതിനകത്ത് കണ്ടത്. അതാണിത് പിടിക്കാനും പോലീസിന് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ബിസിനസ്സുകളാണ് നമ്മുടെ കേരളത്തിൽ പലതും നടക്കുന്നത്. പക്ഷേ ഇന്ത്യ വലിയ മാറ്റം വന്നിരിക്കുന്നു. ഇന്ത്യയിൽ ഇപ്പം തന്നെ ആധുനിക ചിപ്പുകൾ, നമ്മുടെ സോഫ്റ്റ്വെയറിനും ആകെ മാറ്റം വരുത്തുന്ന, ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് മാറ്റം വരുത്തുന്ന, നവീകരണത്തിൻ്റെ ഏറ്റവും വലിയ സ്റ്റേജിലേക്ക് പോകുന്ന ചിപ്പുകൾ വരെ ഇന്ത്യയിൽ ഉണ്ടാക്കാനായിട്ട് 76,000 കോടിയോ മറ്റാണ് പറഞ്ഞിരിക്കുന്നത്, പിന്നെ ജനങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്കൊപ്പം GSTയും കൂടെ വരുത്തുമ്പോൾ നമ്മുടെ മികച്ച ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആളുകൾ തന്നെ വാങ്ങിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ്. അതിന് അദ്ദേഹം ഒരു പുതിയ ഉത്സവമാണ് നടത്താൻ പറ്റുന്നത്. GST സമ്പാദ്യ ഉത്സവം എന്ന് പറഞ്ഞൊരു ഉത്സവമാണ് പ്ലാൻ ചെയ്യുന്നത്. ഇത് 2 വിധത്തിലാണ്. ഒന്ന്, വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന നമ്മുടെ ഒരു മത്സരത്തിന് ഒന്നാന്തരം ഒരു ആക്രമണ ശൈലി അദ്ദേഹം ഇവിടെ, അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിദേശ ഉൽപ്പന്നങ്ങളോട് കിടപിടിക്കുന്ന വിധത്തിൽ എന്ന് മാത്രമല്ല, അതിനെ കവച്ചു വെക്കുന്ന വിധത്തിലും. പിന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ നമ്മളാണ്, അല്ലേ? ഏറ്റവും 1ാം സ്ഥാനത്ത് നമ്മൾ ജനസംഖ്യയിൽ എത്തിയിരിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വലിയ വിപണിയാണ് നമ്മൾ ഒന്നാന്തരം വിപണിയുമാണ്, നമ്മൾ ഒന്നാന്തരം ഉൽപ്പാദകരാണ്, നമ്മൾ ഒന്നാന്തരം പിന്നെ എക്കണോമിസ്റ്റുകളുമാണ്. നമ്മുടെ ആളുകൾക്ക് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയിട്ട്, ഏറ്റവും നല്ലൊരു സാധനം ഏറ്റവും വില കുറച്ച് ഉണ്ടാക്കിയിട്ട് ലാഭം ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. അതാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആ എക്കണോമിസ്റ്റുകളായി നമ്മുടെ ആൾക്കാരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് GSTയുടെ ഉദ്ദേശം. അപ്പോൾ 90% ഉൽപ്പന്നങ്ങൾക്കും, ഈ 413 ഇനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ 90% നിങ്ങൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളിൽ പലതിനും 90% വില കുറയും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതോടൊപ്പം നമുക്ക് രാജ്യത്തെ ക്രയവിക്രയം ഭംഗിയായി നടക്കുകയും ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുകയും. ഇപ്പം നരേന്ദ്രമോദിയെക്കുറിച്ച് പലരും പരാതി പറയുന്നത്, നിങ്ങൾ 4ാം ലോകശക്തിയായി, സാമ്പത്തിക ശക്തിയായി എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം 100 രൂപ ശമ്പളം കിട്ടുന്നവനും ഉണ്ടല്ലോ. അത് മാറ്റാനും കൂടിയാണ് ഇത് ഉപകരിക്കുക. ആളുകൾക്ക് സാമ്പത്തികമായി അടിമുടി മാറ്റത്തിനുള്ള ശ്രമമാണ്. പക്ഷേ ഇതിന് ഒരു വിപത്തുണ്ട്. അഴിമതി, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, ഇത്തരം കാര്യങ്ങളിൽ കൂടെ ശ്രദ്ധ വരണം. അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം അതാത് സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകൾ ഇതിന് പാരലായിട്ട് പ്രവർത്തിക്കണം. ഈ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത ഇപ്പം കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഇതിനെ വിമർശിക്കുകയാണ്. 10 വർഷം മുമ്പേ വരേണ്ടത് എന്തുകൊണ്ട് ഇപ്പോൾ വൈകി എന്നാണ് ചോദിക്കുന്നത്. എന്ത് പറയാനാണിത്?
അല്ല, GST പോലും മൻമോഹൻ സിംഗിന്റെ കാലത്ത് ആലോചിച്ചിട്ട് അവര് തോറ്റ് പിന്മാറിയതാണ്. ഇത് വേണ്ട, അയ്യോ നടപ്പിലാക്കിയാൽ ഇവിടെ വലിയ പ്രശ്നമാവും, ആളെല്ലാം കൂടെ നമ്മളെ തലേ തീ കോരി ഇടും, അതുകൊണ്ട് വേണ്ട എന്ന് വളരെ നിസ്സാരമായിട്ട് സങ്കീർണമായ ഒന്നിനെ വളരെ എല്ലാ മാറ്റങ്ങൾക്കും നല്ല ബോൾഡായിട്ടുള്ള ഒരു ലീഡർ വേണം, ഇച്ഛാശക്തി വേണം. പിന്നെ അത് നടപ്പിലാക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ വരും. ആ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് ആ നേതാവിന് വേണം, ആ പാർട്ടിക്ക് വേണം, ആ ഗവൺമെന്റിന് വേണം. അത് BJP ഗവൺമെന്റിന് ഉണ്ടായിരുന്നു, നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നു. 11 വർഷമായിട്ട് അതാണ് ഇന്ത്യയുടെ പുരോഗതിക്ക് കാരണം. ആ കാൽവെപ്പിലെ ഏറ്റവും വലിയ കാൽവെപ്പാണ് ഇപ്പോൾ നമ്മൾ നടത്തിയിരിക്കുന്ന GST2. അതായത് 5%, 18% എന്ന് പറഞ്ഞ് 2 സ്ലാബുകളിലേക്ക് നമ്മൾ നിർത്തിയിരിക്കുന്നു. ഇതിൽ 0% വരുന്ന ഒരു സ്ലാബും ഉണ്ട്. അതായത് കുട്ടികളുടെ പുസ്തകങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, നമ്മുടെ ഹെൽത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ഇതിനൊക്കെ 0 ടാക്സ്. ഭയങ്കരമായ തുകയല്ലേ നമ്മളിപ്പോൾ ഇൻഷുറൻസിന് വേണ്ടി കൊടുക്കുന്നത്. അതിൻ്റെ ഭയങ്കരമായൊരു മാറ്റത്തിലേക്കാണ് വരുന്നത്. 18% വരെ മാറ്റം, അല്ലെങ്കിൽ 20%-ഓളം മാറ്റം വരുന്ന ഒരിതാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ മുടക്കുന്നത് 1 ലക്ഷം രൂപയാണ് ഹെൽത്ത് ഇൻഷുറൻസിനെങ്കിൽ നിങ്ങൾ അടുത്ത തവണ അത് 80,000-ആയിട്ട് കുറയും. ഇത് കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെയും കൂടെ ഒരു ബാധ്യതയാണ്. അതായത് ഇൻഷുറൻസ് കമ്പനികൾ ഇത് വേറെ വിധത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാവുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, സംസ്ഥാന സർക്കാരുകൾക്ക്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇതിനകത്ത് വലിയ റോളുണ്ട്. നമ്മുടെ 12 ലക്ഷം ടാക്സ്, ഇൻകം ടാക്സ് മാറ്റി തന്നത് തന്നെ ഒരു വിപ്ലവമാണ്. അത് കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി എടുത്ത ഒരു വലിയ വിപ്ലവമാണ് ഈ GST എന്ന് പറയുന്നത്. സർക്കാരിന് 90% ലോസ് ഉണ്ടാകുന്നതും കൂടെയാണ്. അതെ, 45,000 കോടിയുടെ നഷ്ടം, 48,000 കോടിയുടെ നഷ്ടം. അതേസമയം ജനങ്ങൾക്ക് 2.5 ലക്ഷം കോടിയുടെ ലാഭം ഉണ്ടാകുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതെ. അതായത് സാർ, ഈ നികുതി അടയ്ക്കുന്നവർ, പല തട്ടിപ്പുകളും നികുതി അടയ്ക്കുന്നതിൽ ആൾക്കാരെ കാണിക്കാറുണ്ട്, വ്യാപാരികൾ കാണിക്കാറുണ്ട്. അതിനും ഒരു വലിയ മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൃത്യമായി നികുതി, കാരണം കുറയുന്നതോടുകൂടി നികുതി കൃത്യമായിട്ട് അടയ്ക്കാനും തുടങ്ങും എന്ന് തന്നെ കരുതാം. തീർച്ചയായിട്ടും അങ്ങനെ എങ്കിലേ ഇത് വിജയിക്കുള്ളൂ. കാരണം സർക്കാരിനെ വീണ്ടും പറ്റിച്ചുകൊണ്ടിരുന്നാൽ, ഇപ്പൊ തന്നെ പലയിടത്തും ചിലർ ഈ നികുതി മാറ്റം, ഘടനയിൽ വന്ന മാറ്റം അറിയാതെ പഴയ ഗുഡ്സ് വീണ്ടും അതേ റേറ്റിന് വിൽക്കാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. അതൊക്കെ തടയണമെന്ന് സംസ്ഥാന ഗവൺമെന്റിനോട്, സംസ്ഥാനത്തെ GST ഡിപ്പാർട്ട്മെന്റുകളോടൊക്കെ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഇന്നു മുതൽ അത് നടപ്പിൽ വന്നിരിക്കുകയാണ്. പക്ഷേ ഇന്നലെ ഇരിക്കുന്ന സാധനങ്ങളുടെ എഴുതിയിരിക്കുന്ന MRP പഴയ റേറ്റിലുള്ളതായിരിക്കും, അതിന്റെ ടാക്സ് ഉൾപ്പെടെയുള്ളതായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ ആ സാധനങ്ങളിൽ പോലും ഇന്ന് മാറ്റം വരുത്തണമെന്നാണ്. അത് ജനങ്ങളിൽ അങ്ങനെ അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ എത്രത്തോളം നടപ്പിലാകും, എത്രത്തോളം നടപ്പിലാക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയും. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും എന്തായാലും തടയേണ്ടതാണ്. അത് തടഞ്ഞില്ലെങ്കിൽ GSTയുടെ എഫക്റ്റ് പൂർണ്ണമായിട്ടും കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇന്ത്യ ഒട്ടാകെ എല്ലാ സംസ്ഥാനങ്ങളും ചേർന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ സഹകരിച്ചുകൊണ്ട് വെറുതെ വിമർശിക്കാതെ, ആവശ്യമില്ലാതെ 10 വർഷം മുമ്പേ വരേണ്ടത് ഇപ്പോഴാണ് വന്നതെന്നൊക്കെയുള്ള വിടുവായികൾ പറയാതെ നല്ല പ്രവൃത്തിയായിട്ട് ഇതൊരു സമരമാണ്, ഇതൊരു യുദ്ധമാണ്, ഒരു വലിയ വിപ്ലവമാണ്. നമ്മൾ പാകിസ്ഥാനോട് നടത്തിയ യുദ്ധത്തിനേക്കാൾ വലിയ യുദ്ധമാണ് ഇപ്പോൾ ഈ GST വഴി നമ്മൾ നടത്തുന്നത്. അത് സായുധ വിപ്ലവമായിരുന്നെങ്കിൽ ഇത് നമ്മൾ സാമ്പത്തിക വിപ്ലവമാണ് നടത്താൻ പോകുന്നത്. ഇത് ഒരു ഉത്സവമാക്കി മാറ്റാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അല്ലേ? എല്ലാ ജനങ്ങളും ഏറ്റെടുക്കുന്ന സമ്പാദ്യ ഉത്സവമാക്കി മാറ്റുക. നിങ്ങളുടെ പോക്കറ്റ് നിറയ്ക്കുക, സംസ്ഥാന ഗവൺമെന്റിന്റെ പോക്കറ്റ് നിറയ്ക്കുക, കേന്ദ്ര ഗവൺമെന്റിന്റെയും പോക്കറ്റ് നിറയ്ക്കുക. അങ്ങനെ നമ്മൾ സംതൃപ്തമായ ഒരു രാഷ്ട്രമായി, സമൃദ്ധിയുള്ള രാഷ്ട്രമായി മാറട്ടെ എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് പാലിക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.